ഹലോ, കടന്നപ്പള്ളി രാമചന്ദ്രൻ കാപ്പാട് ഇനാഗുറേഷന് വരുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാപ്പാട് വയൽക്കരയിൽ ഒരു കുളമുണ്ട്, അതിൻ്റെ ഉദ്ഘാടനത്തിൽ വരുന്നതാണ് കാനാമ്പുഴ. ഓക്കെ, കടന്നപ്പള്ളി ഡിസ്കഷൻ ചെയ്യുകയാണ്. നമുക്ക് കാണാൻ കാഴ്ച വളരെ മനോഹരമായ കാഴ്ച. തുറമുഖ മന്ത്രിയാണിത്, തുറമുഖ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഇതാ വരികയാണ്. വളരെ മനോഹരമായ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. പോലീസിൻ്റെ സന്നാഹത്തോടു കൂടിയാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ വരുന്നത്. വളരെ മനോഹരമായ കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അതുപോലെ തന്നെ ബഹുമാനായ മുസ്ലിം മഠത്തിൽ മേയർ ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഇതിന് സ്വാഗതം ആശംസിച്ച ശ്രീ എം.എൻ. ജനാർദ്ദനൻ, അതുപോലെ തന്നെ കൗൺസിലർമാരായ ശ്രീ കെ. പ്രദീപൻ, മിനി അനിൽകുമാർ, ബഹുമാനായ ഇതിൻ്റെ ഈ നമ്മുടെ പെരുങ്ങളായി കാപ്പാട് ഈ നീർത്തട കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ എൻ. രാഘവൻ, ശ്രീ വി പ്രകാശൻ, നന്ദി രേഖപ്പെടുത്തുന്ന ശ്രീ ഗംഗാധരൻ, ഇവിടെ പങ്കെടുത്ത മറ്റ് ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, ഇവിടെ മന്ത്രിയും അതുപോലെ തന്നെ മേയറും മറ്റുള്ള ആളുകളുമൊക്കെ തന്നെ ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ പദ്ധതിയുടെ പൂർത്തീകരണത്തിൻ്റെ അതിൻ്റെ വിജയത്തിൻ്റെ അതിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായി സംക്ഷിപ്തമായി ഇവിടെ വിവരിച്ചിട്ടുണ്ട്. ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, പ്രിയപ്പെട്ട മേയർ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥരെ, പ്രിയപ്പെട്ട നാട്ടുകാർ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ദീർഘിച്ച പ്രസംഗത്തിൻ്റെ ആവശ്യം ഇല്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ പലരും കൂടെ സൂചിപ്പിച്ചതുപോലെ 17 ആരംഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ രൂപം നൽകിയിട്ടുള്ള ഈ പദ്ധതി സുഹൃത്ത് മേയർ ശ്രീ മുസ്ലിം മഠത്തിൽ അവരുടെ മറ്റ് ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഇവിടെ പറയേണ്ട കാര്യങ്ങളെല്ലാം മറ്റ് പ്രാസംഗികർ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ റിപ്പോർട്ട് എന്നുള്ളത് ഞാൻ കൂടുതൽ ദീർഘിപ്പിച്ച് പറയുന്നില്ല. എങ്കിലും ഇവിടെ രാഘവേട്ടൻ പറഞ്ഞ് അവസാനിപ്പിച്ചൊരു കാര്യമുണ്ട്. കാരണം ഈ പദ്ധതിക്ക് എല്ലാ വിജയാശംസകളും നേരുന്നു എന്ന് പറഞ്ഞു. ഈ പരിപാടിയുടെ അധ്യക്ഷൻ കണ്ണൂർ കോർപ്പറേഷൻ മേയർ ശ്രീ മുസ്ലിം മഠത്തിൽ, പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അവർ, പ്രിയപ്പെട്ട നമ്മുടെ കൗൺസിലർമാർ ശ്രീമതി നിർമ്മല അവർ, പ്രദീപൻ കൗൺസിലർ, വേദിയിലിരിക്കുന്ന നെല്ലിയാട്ട് രാഘവേട്ടൻ, കട്ടേരി നാരായണേട്ടൻ ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, കാനാമ്പുഴ പുനരുജ്ജീവന പദ്ധതിയുമായി ബന്ധപ്പെട്ട പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടന കർമ്മങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഒരുപാട് പദ്ധതികൾ, ജനോപകരമായ പദ്ധതികൾ അദ്ദേഹം പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഉദ്ഘാടനവും നടന്നു കഴിഞ്ഞു. ഇനിയും നല്ല നല്ല പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമ്മുടെ നാടിനെ സംബന്ധിച്ച് വിസ്മൃതിയിലായി പോയ ഒരു പുഴയെയും പ്രകൃതിയെയും തിരിച്ചു പിടിക്കുക എന്ന ഒരു വലിയ ഉദ്ദേശത്തോടെ നമ്മുടെ ബഹുമാന്യായ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ഈ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഇങ്ങനെ വിജയിക്കുമോ എന്നുള്ളൊരു സംശയം, ആശങ്ക ആയിരുന്നു എല്ലാ ആളുകളിലും. എന്നാൽ പദ്ധതി പൂർത്തീകരിച്ച് ഇവിടെ ഇന്ന് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാടിനെ വളരെ അഭിമാനകരമായ നിലയിൽ വിവിധ പദ്ധതികളും ടൂറിസത്തിന് പോലും സാധ്യതയുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെ മാറ്റിയെടുക്കാൻ പര്യാപ്തമാകുന്ന ഒരു വലിയ ദൂരക്കാഴ്ചയുള്ള പദ്ധതിയായി കാനാമ്പുഴ അതിജീവന പദ്ധതി ഇന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിനെ സംബന്ധിച്ച് കേരളത്തിൽ ആദ്യമായാണ് ഇങ്ങനെ ഒരു പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ തയ്യാറായിട്ടുള്ളത്. ആ ഒരു ഇച്ഛാശക്തിക്ക് നമ്മൾ എത്ര തന്നെ അഭിനന്ദിച്ചാലും മതിയാവില്ല. നമ്മുടെ നാട് ഇതുവരെയും ഇതുപോലെ ഒരു പുഴയെ എങ്ങനെയെല്ലാം നശിപ്പിക്കാൻ കഴിയുമെന്ന നിലയിലല്ലാതെ അതിനെ സംരക്ഷിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളാരും സാധാരണ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാറില്ല. എന്നാൽ ഇവിടെ വലിയ ഒരു മാതൃകയായിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. അത് കേവലം ഒരു തോട് കെട്ടൽ മാത്രമല്ല,
അതുപോലെ തന്നെ നമ്മുടെ ജലസംരക്ഷണത്തിനുള്ള വിവിധ പദ്ധതികളായും അതുപോലെ തന്നെ തെങ്ങ് തടം തുറക്കുന്നത് ഉൾപ്പെടെ അതുപോലെ കിണർ റീചാർജിങ് ഉൾപ്പെടെ ഭാവിയിലേക്ക് വലിയ മുതൽക്കൂട്ടാകുന്ന ദൂരക്കാഴ്ചയുള്ള നിരവധി പദ്ധതികളാണ് ഇതിൻ്റെ ഭാഗമായി ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ മാത്രമല്ല, MLAയുടെ നേതൃത്വത്തിൽ നിരവധിയായ പദ്ധതികളാണ് നമ്മുടെ മണ്ഡലത്തിലൂടെ നീളം നടക്കുന്നത്. ഒരുപക്ഷെ വിവിധ ഡിവിഷനുകളിൽ തന്നെ കോടിക്കണക്കിന് രൂപയുടെ എന്ന് പറയാം, 1-1.5 കോടി ഒക്കെ ചെലവഴിക്കുന്ന വിവിധ പദ്ധതികളാണ് ഇവിടെ തന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് സമയബന്ധമായി പൂർത്തീകരിക്കാൻ നമ്മുടെ എഞ്ചിനീയർ വിഭാഗത്തിന് കഴിയുന്നില്ല എന്നതാണ് വലിയ ഒരു പ്രതിസന്ധിയായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്തായാലും ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഈ കുളം അത് ഈ പ്രദേശത്തെ കൃഷിക്കും അതുപോലെ തന്നെ പ്രകൃതിക്കുമെല്ലാം ഒരു വലിയ മുതൽക്കൂട്ടായിരിക്കും. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജനങ്ങളുടെ ജനകീയമായ പങ്കാളിത്തവും കൂട്ടായ്മയുമാണ്. ഇത് വലിയൊരു മാതൃകയാണ്. അതുകൊണ്ട് തീർച്ചയായും ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഈ ഉദ്ഘാടന സംഗമയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ അമ്മമാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സുമനസ്സുകളായ നാട്ടുകാരെ, ഈ ചടങ്ങിൽ ബഹുമാനപ്പെട്ട അധ്യക്ഷപദമായിരിക്കുന്ന നമ്മുടെ മേയർ ശ്രീ മഠത്തിൽ, സ്വാഗതം ആശംസിച്ച ചെയർമാൻ ജനാർദ്ദനൻ, ആശംസ നേരുന്ന ബഹുമാന്യരായ കൗൺസിലർമാർ കെ നിർമ്മല, ശ്രീമതി ശീലജ വി കെ, ശ്രീ കെ പ്രദീപൻ,